ഗുഡ് മോർണിംഗ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പോയമാണ്, എ ലെറ്റർ ടു മലയാളം പോയട്രി ബൈ എസ് ജോസഫ്. അപ്പോൾ ഈ ഒരു പോയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് എസ് ജോസഫ് എന്ന് പറയുന്ന പോയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹി ഹാസ് ബീൻ എ ഡിസ്റ്റിങ്ക്റ്റീവ് വോയിസ് ഇൻ മലയാളം പോയട്രി. ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് വോയിസ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുവരെ ഉണ്ടായിരുന്ന മലയാളം ലിറ്ററേച്ചറിൻ്റെ റൈറ്റിങ്സിൽ നിന്നും, അല്ലെങ്കിൽ അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മലയാളം ട്രഡീഷണൽ റൈറ്റിങ്സിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, ആ ഒരു മെയിൻ സ്ട്രീം ട്രഡീഷൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള കോൺസെപ്റ്റും കാര്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലൂടെ നമുക്ക് തന്നിട്ടുള്ളത്. സോ മെയിനായിട്ട് അദ്ദേഹം മലയാളത്തിലൂടെ എഴുതിയ കവിതകളിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഇഷ്യൂ എന്ന് പറയുന്നത് ദ ഇഷ്യൂസ് ദാറ്റ് എഫക്റ്റ് ദോസ് ഹൂ ലേബിൾഡ് ആസ് ദളിറ്റ്സ്. Okay, Dalit, we know that the word Dalit in Sanskrit, it means scattered. So നമ്മുടെ കോണ്ടംപററി ഇന്ത്യയിൽ ലോവർ കാസ്റ്റ് പീപ്പിളിനെ അല്ലെങ്കിൽ ലോവർ ക്ലാസ് പീപ്പിളിനെ അൺടച്ചബിലിറ്റി, മാർജിനലൈസേഷനൊക്കെ അനുഭവിക്കുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു വേർഡാണ് ദളിത് എന്ന് പറയുന്നത്. സോ ദളിത് മാർജിനലൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന സഫറിങ്സ്, അവരുടെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ജോസഫ് എന്ന് പറയുന്ന റൈറ്റർ എഴുതിയിരുന്നത്. സോ അത്രയും നാൾ നമ്മൾ മലയാളം കവിതകളിൽ കണ്ടു വന്നിരുന്ന രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാസ്റ്റ്, ക്ലാസ് ഇഷ്യൂസ് അതിനെ കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മിക്ക വർക്ക്സും വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേമസ് വർക്കാണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ഇറ്റ് ഓൾസോ സ്പീക്സ് അബൌട്ട് ദി മോഡേൺ മീൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇൻ എ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. പുതിയ സ്ഥലങ്ങളിൽ, അതായത് പുതിയ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ, ദ വേസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, അതിനെക്കുറിച്ചാണ് ഐഡൻറ്റിറ്റി കാർഡ്. ഇറ്റ്സ് എ വെരി സ്മോൾ പോയം. ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഗേളും ഒരു സ്കൂളിൽ ഒരു രണ്ട് കുട്ടികൾ തമ്മിൽ, ഒരു ഗേളും ബോയും തമ്മിലുണ്ടാകുന്ന സൗഹൃദവും, ആൻഡ് വെൻ ദ ഗേൾ കെയിം ടു നോ ദാറ്റ് ദിസ് ബോയ് ബിലോങ്സ് ടു എ ലോവർ കാസ്റ്റ് ഓർ ലോവർ ക്ലാസ്, ദിയർ റിലേഷൻഷിപ്പ് കംസ് ടു ആൻ എൻഡ്. അപ്പോൾ ഹൗ ദിസ് കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് കോൺഷ്യസ്നെസ് നമ്മുടെയൊക്കെ തലയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ വളരെ വ്യക്തമാക്കി തരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് പോയമാണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. സെയിം വേ ഈ ഒരു പോയം അദ്ദേഹം ലെറ്റർ ടു മലയാളം പോയട്രി എന്ന് പറയുന്നതും അതുപോലെ ഒരു എന്താ പറയുക, സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന മെയിൻലി സിംപ്ലിസിറ്റി. ലൈക്ക് അദ്ദേഹത്തിന് ഏത് പോയംസ് വായിച്ചാലും ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കതിന് ഒരുപാട് വായിച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ തേടി പോവേണ്ട കാര്യമൊന്നും വരുന്നില്ല. വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഹിസ് പോയംസ് വിത്തിൻ എ റീഡ്. ദെൻ എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ഫോം ആൻഡ് ന്യൂ പോയറ്റിക് തീംസ്. പുതിയ രീതിയിലുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് തീംസിലാണ് എങ്കിലും അതുപോലെ ഫോമിലാണ് എങ്കിലും ഒക്കെയുള്ള പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഡീഫെമിലിയറൈസേഷൻ ഓഫ് എവ്രിഡേ റിയാലിറ്റി ആൻഡ് സിറ്റുവേഷൻസ്. നമ്മളെന്നും കാണുന്ന സിറ്റുവേഷൻസിനെയും റിയാലിറ്റിയെയും ഒക്കെ ഡീഫെമിലിയറൈസ് ചെയ്യുക. ദെൻ ഓൾസോ എ കൈൻഡ് ഓഫ് ഓർഗാനിക് ലിങ്ക് വിത്ത് എൻവയോൺമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് we can see a connection with the environment also. So ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ we can go through the poem A Letter to Malayalam Poetry. So this particular poem is significant in two levels. ഒന്നെന്ന് പറയുന്നത് മലയാളം പോയട്രിയുടെ ഒരു ട്രാൻസിഷനാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിനെ പോലുള്ള ചില പോയറ്റ്സിൻ്റെയൊക്കെ ആ ഒരു മലയാള കവിതയെ ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ഒരു രീതി. ആക്ച്വലി ദിസ് പോയം ഇസ് റിട്ടൺ ഇൻ മലയാളം. ഇറ്റ് ഇസ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ആസ് എ ലെറ്റർ ടു മലയാളം പോയട്രി. മലയാള കവിതയ്ക്കൊരു കത്ത് എന്നുള്ള രീതിക്കാണ് മലയാളത്തിലിത് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആ ഒരു മലയാളം കവിതയിലെ ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ് ഈ ഒരു പോയട്രി നമുക്ക് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദി ലിവിങ് കണ്ടീഷൻ ഓഫ് പുവർ പീപ്പിൾ ത്രൂ ദ വോയിസ് ഓഫ് എ റാഗ് പിക്കർ. ഈ ഒരു പോയത്തിൻ്റെ അകത്ത് റാഗ് പിക്കർ, അതായത് ഈ എന്താണ് ചപ്പും ചവറും ഒക്കെ പെറുക്കി നടത്തുന്ന കുപ്പിയും പാട്ടയും ഒക്കെ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റാഗ് പിക്കറിൻ്റെ വോയിസിലൂടെ
പുവർ പീപ്പിളിൻ്റെ ലിവിങ് കണ്ടീഷൻസിനെ കുറിച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിൻ്റെ അകത്ത് പറയുന്നത്. സോ ഐ വിൽ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. Met you on the river one day. Sat together for quite a while. The river has a window, you said. Through it I will fly away. Kept remembering what you said, even after I left you to reach my village. If the river has a window, it must be a house. If you wanted to fly away, it must be a jail. I live among the poor in a hutman just like theirs. Eat what I get, have to fetch water from afar, hear father calling me a dog, have to clear mother's shit and piss. Tins, sandals, bottles, paper. My job is to pick and sell them all. People call me rag picker. Carriages refuse my knapsack. Yet I called you. You didn't come. I know your people. Those like big buildings, they lock you up in stanzas and meters. You saw the world through a hole, tripped and fell against household things. Won't forget the way you looked at me. As decked in silks and smiles, you sped away to the temple in a car. Tired of it all, huh? A girl may long to see the woods, to sleep in a thatched hut, to wade through filth and slush. She will burn in the sun, catch a fever in the rain. What do you want is freedom, right? This is all we have. You can say what you like, can bath in the brook, can chirp with the wagtails, visiting the compound, can sit on a mat on the veranda. Mother and father will keep you company. I will come rushing after work and lie down on a supper of gruel and sprouts, or just watch the sky. Owlhood should scare you, then I will cover you with love. So, this poem is addressed to a poetry. അതായത് ഇവിടെ met you on the river one day means who is the one that the poet met എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയട്രിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പോയട്രിയെ അല്ലെങ്കിൽ പോയത്തിനെ കവി ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാണുന്നു എന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദേ സാറ്റ് ടുഗെദർ ഫോർ എ വൈൽ. അവർ കുറച്ചു നേരം ഒരുമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഈ കവിയോട് പറയുന്ന ഒരു കാര്യമാണ് ദാറ്റ് ദ റിവർ ഹാസ് എ വിൻഡോ. ആ നദിക്ക് ഒരു ജനാലയുണ്ടെന്ന്. ആൻഡ് ത്രൂ ഇറ്റ് ഐ വിൽ ഫ്ലൈ അവേ. ആ ജനാലയിലൂടെ ഞാൻ പറന്ന് പോകും എന്നാണ് കവിയോട് ഈ കവിത പറയുന്നത്. കവിത എന്ന് പറയുന്നത് പോയട്രി. സോ ഈ ഒരു കാര്യം കവിയുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ഈവൻ തോ അദ്ദേഹം ഇവരെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോഴും ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ആൻഡ് ഹീ ഈസ് സെയിങ് ദാറ്റ് ഇഫ് ദ റിവർ ഹാസ് എ വിൻഡോ, ആ ഒരു റിവറിനൊരു വിൻഡോ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് മസ്റ്റ് ബി എ ഹൗസ്, അതൊരു ഹോം ആയിരിക്കണം. പക്ഷേ ഇഫ് യു വാണ്ടഡ് ടു ഫ്ലൈ അവേ ഫ്രം ദാറ്റ് ത്രൂ ദാറ്റ് വിൻഡോ, ആ ഒരു വിൻഡോയിലൂടെ നിനക്ക് പുറത്തേക്ക് പറന്ന് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ദെൻ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ജയിൽ. അതൊരു വീടല്ല, അതൊരു ജയിലാണ് എന്നുള്ളതാണ് അതിന് അർത്ഥം. സോ ഐ ലീവ് അമംഗ് ദ പുവർ. ഞാൻ ജീവിക്കുന്നത് വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ്. ഒരു വളരെ ചെറിയ ഹട്ട്മെൻറ്റിലാണ്, അവരെ പോലെ തന്നെ ചെറിയ ഒരു ഹട്ടിലാണ് ഞാനും ജീവിക്കുന്നത്. ആൻഡ് ഐ ഈറ്റ് വാട്ട് ഐ ഗെറ്റ്. ഞാൻ എന്ത് ലഭിക്കുന്നോ അത് ഞാൻ കഴിക്കുന്നു. അവരെ പോലെ തന്നെ എന്ത് ലഭിക്കുന്നോ ഞാൻ കഴിക്കുന്നു. ആൻഡ് ദൂരപ്രദേശങ്ങളിൽ പോയിട്ട് എനിക്ക് വെള്ളം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഫാദർ എന്നെ ഡോഗ് എന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കണം. എൻ്റെ അമ്മയുടെ ഷിറ്റും പെസ്സും ഒക്കെ എനിക്ക് ക്ലിയർ ചെയ്യണം. സോ ഈ റോഡരികിലും മറ്റും കിടക്കുന്ന സാൻഡിൽസും ബോട്ടിൽസും പേപ്പറും ഇതൊക്കെ പെറുക്കി അതിനെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് പീപ്പിൾ കോൾ മീ റാഗ് പിക്കർ. ഈവൻ ക്യാരേജസ് എൻ്റെ ആ ഒരു ബാഗ്, ഈ ആക്രി സാധനങ്ങളെല്ലാം കൊണ്ട് നടക്കുന്ന ഈ ബാഗ് അതിൻ്റെ അകത്ത് കയറ്റാൻ പോലും പലരും സമ്മതിക്കാറില്ല. എന്നിട്ടും ഞാൻ നിന്നെ വിളിച്ചു, പക്ഷെ നീ വന്നില്ല. ബിക്കോസ് എനിക്കറിയാം നീ വലിയ ബിൽഡിങ്സിലും മറ്റുമാണ് നീ താമസിക്കുന്നത്. ദേ ലോക്ക്ഡ് യു അപ്പ് ഇൻ സ്റ്റാൻസാസ് ആൻഡ് മീറ്റേഴ്സ്. സോ ആ ഒരു ലൈനിൽ സൂചിപ്പിക്കുന്നത് പോയട്രി എന്ന് പറയുന്നത് വലിയ പോയട്രി അല്ലെങ്കിൽ ആ ഒരു കവിത എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷനിൽ നമുക്കത് കാണാൻ സാധിക്കുന്നത് വളരെ ആഡംബരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വീടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോയട്രി താമസിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ആൻഡ് ദിസ് റാഗ് പിക്കർ ആക്ച്വലി ഇൻവൈറ്റ്സ് പോയട്രി ടു ഹിസ് താച്ച്ഡ് ഹട്ട് വെയർ ഷി ക്യാൻ എൻജോയ് ഫ്രീഡം ആസ് എ ബേർഡ്. ഒരു ബേർഡിനെ പോലെ അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഫ്രീഡവും ആഘോഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്, തൻ്റെ ഹട്ടിലേക്ക് പോയട്രിയെ ഇൻവൈറ്റ് ചെയ്യാണ് അവിടെ പോയറ്റ്. യു സോ ദ വേൾഡ് ത്രൂ എ ഹോൾ. നീ ഈ വേൾഡിനെ മുഴുവൻ കാണുന്നത് ഒരു
ഹോളിലൂടെയാണ്. ട്രിപ്ഡ് ആൻഡ് ഫെൽ അഗൈൻസ്റ്റ് ഹൗസ് ഹോൾഡ് തിങ്സ്. വോണ്ട് ഫുഗെറ്റ് ദ വേ യു ലുക്ക്ഡ് അറ്റ് മീ ആസ് ഡെക്ഡ് ഇൻ സിൽക്സ് ആൻഡ് സ്മൈൽസ്. യു സ്പെഡ് അവേ ഓൺ ദ ടെമ്പിൾ ആൻഡ് എ കാർ ടയർഡ് ഓഫ് ഇറ്റ് ഓൾ. അപ്പം എന്താ ചോദിക്കുന്നത്, നീ എല്ലായിടത്തും പോകുന്ന നിനക്ക് ആഡംബരമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നിനക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന സൗകര്യങ്ങൾ, അതായത് ഇറ്റ് ഹൈലൈറ്റ്സ് ദ ലിവിങ് കണ്ടീഷൻ ഓഫ് പുവർ പീപ്പിൾ അഗെയിൻസ്റ്റ് ദാറ്റ് ഓഫ് ദി ഹൈ ക്ലാസ് പീപ്പിൾ. ഇപ്പോൾ ഈ ഹൈ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ സമൂഹത്തിൽ അത്യാവശ്യം പണവും സ്റ്റാറ്റസും ഒക്കെ ആൾക്കാർ ജീവിക്കുന്നതെന്ന് പറയുന്നത് അവർ ഒരു കൂട്ടിൽ അടച്ചിട്ട ജീവിതമാണ്. പക്ഷെ അവർക്ക് എല്ലാവിധ ലക്ഷറീസും ഉണ്ട്. അപ്പോൾ ഈ ലക്ഷറീസിൻ്റെ ഇടയിലെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ദിസ് പോയിറ്റ് ഹു ഈസ് ലിവിങ് ഇൻ എ വെരി പുവർ കണ്ടീഷൻ ഇസ് ഇൻവൈറ്റിംഗ് ദ പോയട്രി ടു കം ആൻഡ് ലിവ് വിത്ത് ഹിം. അപ്പോൾ തിരിച്ച് ഈ പോയട്രിയോട് അദ്ദേഹത്തിനോടൊപ്പം വന്ന് ജീവിക്കാൻ പറയാണ്. ബിക്കോസ് വെൻ യു കം ആൻഡ് ലിവ് വിത്ത് മീ യു ക്യാൻ എൻജോയ് ഓൾ ദ ഫ്രീഡം. യു ക്യാൻ ബി ലൈക്ക് എ ബേർഡ്. യു ക്യാൻ ബി ബേൺ ഇൻ ദ സൺ. യു ക്യാൻ ക്യാച്ച് എ ഫീവർ ഇൻ ദ റെയിൻ. അതായത് എല്ലാ രീതിയിലുള്ള സന്തോഷവും നിനക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിനക്ക് എന്താണ് വേണ്ടത്? ഫ്രീഡം അല്ലേ വേണ്ടത്? ആ ഫ്രീഡം എല്ലാം നിനക്ക് പറയാനുള്ളത് പറയാം. നിനക്ക് എവിടെ പോയി വേണമെങ്കിലും കുളിക്കാം. കിളികളോട് നിനക്ക് കിന്നാരം പറയാം. കോമ്പൗണ്ട്സ് വിസിറ്റ് ചെയ്ത് നടക്കാം. നിനക്ക് വെറുതെ വരാന്തയിൽ വന്നിരിക്കാം. എൻ്റെ അച്ഛനും അമ്മയും നിനക്ക് കമ്പനി തരും. അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഞാൻ ധൃതിയിൽ തിരികെ വരുമ്പോൾ കഞ്ഞിയും പയറും കുടിച്ച് കിടക്കാം, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി കിടക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഹീ ഈസ് ആക്ച്വലി ഹൈലൈറ്റിംഗ് ദ പുവർ ലിവിങ് കണ്ടീഷൻസ്. ആ ഒരു സാധാരണക്കാരായ ആൾക്കാരുടെ അല്ലെങ്കിൽ ലോ ക്ലാസ് പീപ്പിളിൻ്റെ പുവർ ലിവിങ് കണ്ടീഷൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത് ലൈക്ക് എന്താണ്, പോയട്രി എന്ന് പറയുന്നത് വലിയ ആളുകളിലെ, ഇവിടെ പോയട്രി ആണല്ലോ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയട്രിയെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസ് പറയുന്നതിലൂടെ ആ കണ്ടീഷൻസിലേക്ക് വളരെ വലിയ വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ലക്ഷറീസോടു കൂടിയും താമസിക്കുന്ന പോയട്രിയെ തൻ്റെ ആ ഒരു മോശം കണ്ടീഷനിലേക്ക്, പുവർ കണ്ടീഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ വാട്ട് ദ പോയറ്റ് വാണ്ട്സ് ടു സേ ഇസ് ദാറ്റ് the poet attempts to explore the life of poor people and says that poetry should reverberate the voice of the voiceless also. അതായത് ശബ്ദമില്ലാത്തവർ എന്ന് പറയുന്നത് ദോസ് ഹൂ ബിലോങ്സ് ടു ദി ലോവർ ക്ലാസ്. ഈ താഴ്ന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട അവർക്ക് ഒരു ശബ്ദം വേണം. അവരുടെ ശബ്ദമായി മാറണം പോയട്രി എന്ന് പറയുന്നത്. പോയട്രി ഈസ് നോട്ട് മെന്റ് ടു ബി ദ വോയിസ് ഓഫ് ഓൺലി ദോസ് ഹൈ ക്ലാസ് പീപ്പിൾ. വലിയ ആളുകളുടെ അല്ലെങ്കിൽ എന്താണ് ഉന്നത കുലജാതരുടെ മാത്രം ഒരു വോയിസായി മാറുക അല്ല പോയട്രി എന്ന് പറയുന്നത്. അത് ആരുടെ വോയിസ് ആവണം? വോയിസ്ലെസ്, അതായത് ഇത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ശബ്ദമായി പോയട്രിക്ക് മാറാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയട്രിയെ തൻ്റെ ആ പുവർ ലിവിങ് കണ്ടീഷൻസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. So that poetry could understand what are the living conditions, what are the struggles that poor people are going through. അപ്പോൾ പോയട്രി എന്ന് പറയുന്നത് this is where we can see a transition from the modern traditional Malayalam poetry. ബിക്കോസ് സാധാരണഗതിയിൽ മലയാളം പോയട്രി എഴുതപ്പെട്ടിരുന്നത് ഈ പറഞ്ഞ പോലെ പുറമേയുള്ള പ്രകൃതി സൗന്ദര്യത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ വലിയ ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചുമൊക്കെയാണ് കവിതകളിൽ പാരായണം ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അടിച്ചമർത്തപ്പെടുന്ന, മാർജിനലൈസ് ചെയ്യപ്പെടുന്ന, ഒതുക്കി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ ശബ്ദമായിട്ടാണ് ഈ ഒരു പോയട്രി ഇവിടെ പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് in this particular poem, as Joseph is trying to highlight the poor life conditions of the lower class people, and also he is trying to give a voice to those of the voiceless class of this society. ശബ്ദമില്ലാത്തവർക്കൊരു ശബ്ദം കൊടുക്കാൻ കൂടിയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ ശ്രമിക്കുന്നത്.